പ്രിയരെ, ഈ കഴിഞ്ഞ 2021 മെയ് ഫസ്റ്റ് ഇയർ ഈക്വലൻസി എക്സാമിനേഷൻ നടന്നു. അതിൻ്റെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ്റെ ഉത്തരസൂചികയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഉള്ള ഒരു എക്സാം ആയിരുന്നു നടന്നത്. വിജയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഏതായാലും ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാധാരണ കാണുന്ന പോലെ തന്നെ ഒരു പാരഗ്രാഫ് തന്നത്, അതിനുശേഷം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുന്ന രീതിയിലായിരുന്നു. Question 1 to 4, read the passage from the story of my life and answer the question that follow. The beginning of my life was simple and much like every other little life. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന, എൻ്റെ തന്നെ കഥ പറയുന്ന മൈ ലൈഫ് എന്നൊക്കെ കാണാം. ഒരു ഓട്ടോബയോഗ്രഫി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് മറ്റൊന്നുമായിരുന്നില്ല. ആരുടെയായിരുന്നു? ഹെലൻ കെല്ലറുടെ ആത്മകഥയായിരുന്നു. ചോദ്യത്തിൽ അത് തന്നിട്ടുമുണ്ട്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉത്തരവെഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഐ റെഫർ ടു ദിസ് പാസേജ്? ആത്മകഥയായതുകൊണ്ട് ഐ എന്നിപ്പോഴും ഉദ്ദേശിക്കുന്നുണ്ടാവുക ആ പറയുന്ന ആളായിരിക്കും, നെറേറ്റർ അല്ലെങ്കിൽ സ്പീക്കർ ആയിരിക്കും. അതാരാണ് ഇവിടെ? ഹെലൻ കെല്ലറാണ്. രണ്ടാമത്തേത്, ഹൗ വാസ് ദ ബിഗിനിങ് ഓഫ് ദ സ്പീക്കേഴ്സ് ലൈഫ്? എങ്ങനെയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ തുടക്കം? അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ തുടക്കത്തിൽ, ആ പാരഗ്രാഫിൽ തുടക്കത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? ഹെർ ലൈഫ് എന്നാക്കിയാൽ മതി. വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവരി അതർ ലിറ്റിൽ ലൈഫ്. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, ആദ്യത്തെ കുട്ടിയായ നിലയ്ക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. അതും കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. ഷീ അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ ആസ് ദ ഫസ്റ്റ് ബേബി ഓഫ് ദ ഫാമിലി. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഡിസ്കഷൻ അബൌട്ട്? അവിടെ ഫാമിലിയിൽ വലിയ ഡിസ്കഷൻ നടന്നിരുന്നു. എന്തിനെക്കുറിച്ചായിരുന്നു? നമുക്കറിയാം, the discussion was on naming the first baby in the family. ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ്, ആ കുട്ടിക്ക് പേര് നിർദ്ദേശിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച. അടുത്തത്, വാട്ട് വാസ് ദ സജഷൻ ഓഫ് ദ സ്പീക്കേഴ്സ് ഫാദർ? വൈ ഡിഡ് ഹി സജസ്റ്റ് സോ? സ്പീക്കർ എന്താണ് പേരിനെ കുറിച്ച് പറഞ്ഞത് അഭിപ്രായം അല്ലേ? അദ്ദേഹത്തിൻ്റെ സജഷൻ എന്തായിരുന്നു? ഹെർ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ ബിക്കോസ് ഷീ വാസ് ആൻ ആൻസെസ്റ്റർ ഹൂം ഹി ഹൈലി എസ്റ്റീംഡ്. താൻ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു പൂർവികരായിട്ടുള്ള സ്ത്രീയായിരുന്നു ആരെ? ക്യാമ്പൽ എന്ന് പറയുന്നത്, മിൽഡ്രഡ് ക്യാമ്പൽ. അതുകൊണ്ട് ആ പേരാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അടുത്തത് 5 to 7, അതും ഇത് തന്നെയാണ്. താഴെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും എഴുതാനാണ് അല്ലേ. ഐ സാറ്റ് വാച്ചിങ് ദ ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ. അവിടെ തന്നെ ഉണ്ട് നമുക്ക് ഏതാണ് പദ്യം എന്നുള്ള ഒരു ഹിൻഡ്. മൈ ചെറി ട്രീ ആണ് അല്ലേ. സോ നെയിം ദ പോയം ആൻഡ് ദ പോയറ്റ്, രണ്ടും എഴുതണം. പോയം മൈ ചെറി ട്രീ ആണെന്ന് നമുക്കറിയാം. പോയറ്റിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു എലൻ ബെയ്ലി അല്ലേ. ഹൗ വാസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ബേർഡ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോയം? ദർ വർ സോ മെനി ബേർഡ്സ് ഓൺ ദ ചെറി ട്രീ ആൻഡ് ദേ ഔട്ട്നംബേർഡ് ദ ലീവ്സ്. ദേ ഔട്ട്നംബേർഡ് ദ ലീവ്സ് എന്നാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇലയേക്കാൾ കൂടുതൽ എണ്ണമുള്ള പക്ഷികൾ. ഓക്കെ. ഹൗ ഡു ദ ബേർഡ്സ് ഈറ്റ് ചെറീസ്? എങ്ങനെയാണ് ഈ ചെറി പഴങ്ങൾ തിന്നിരുന്നത്? ദ നോയ്സി ബേർഡ്സ് ഫ്ലൂ അബൌട്ട് ദ ട്രീ സ്റ്റഫിങ് ചെറീസ് ഇൻ ദെയർ ലിറ്റിൽ മൗത്ത്. എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ ആ ട്രീസിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയും വായയിൽ ഈ ചെറിപ്പഴം തിരികിക്കൊണ്ട് പറന്നു പോവുകയുമായിരുന്നു. അടുത്തതും ഇതുപോലെ തന്നെ 8 to 10 അല്ലെ, 8, 9, 10 3 ചോദ്യങ്ങൾ. ഇതേപോലൊരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, അത് എഴുതാനാണ് അല്ലേ. ഓക്കെ, നോക്കാം. I remember some years ago the library of a famous divine and literary critic who had died being sold. അപ്പോൾ ചോദ്യം ഇതാണ്, whom does the library belong to? ആരുടേതാണ് ലൈബ്രറി? തുടക്കത്തിൽ തന്നെ നമ്മൾ വായിച്ച വരി എന്ത് തന്നെയാണ്? The library belong to a late famous divine and literary critic. ഒരു വൈദികനായിട്ടുള്ള സാഹിത്യ നിരൂപകനായിട്ടുള്ള ആളുടെ ലൈബ്രറിയാണത്. ഓക്കെ, ഡിസ്ക്രൈബ് ദ ലൈബ്രറി. എങ്ങനെയാണ് ലൈബ്രറി? സെക്കൻഡ് ലൈനിൽ തന്നെ ഉണ്ട്, അത് തുടങ്ങുന്നുണ്ട്. ഇറ്റ് വാസ് എ സ്പ്ലെൻഡിഡ് ലൈബ്രറി ഓഫ് റയർ ബുക്സ് chiefly concerned with 17th century writers about whom he was a distinguished authority. Multitudes of the books had the marks of libraries all over the country. 17ാം നൂറ്റാണ്ടിലെ മിക്കവാറും ആളുകളുടെ പുസ്തകങ്ങളൊക്കെയുള്ളൊരു വിശാലമായിട്ടുള്ള ലൈബ്രറിയാണ്. അതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങൾ അവിടെയുണ്ട്. Multitudes of the books had the marks of the libraries all over the country. വിവിധ രാജ്യങ്ങളുടെ ലൈബ്രറികളുടെ സീൽ പതിപ്പിച്ച പുസ്തകങ്ങൾ ആ ശേഖരത്തിലുണ്ടായിരുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് ഹാർഡ് അക്കോർഡിംഗ് ടു ദ സ്പീക്കർ? എന്താണ് പ്രയാസം സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം? നമ്മുടെ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഹാർഡ് ടു പാർട്ട് വിത്ത് എ ബുക്ക് ഹി ഹാസ് കം ടു ലവ്.
താൻ സ്നേഹിച്ച പുസ്തകത്തെ വേർപിരിയുന്നതാണ് ഏറ്റവും പ്രയാസം നിറഞ്ഞ കാര്യം എന്ന്. അടുത്തതും 11-13 സെയിമാണ്. ഒരു സ്റ്റാൻസ പദ്യം, അതിൽ നിന്നുള്ള ഉത്തരങ്ങൾ എഴുതാൻ എന്തെളുപ്പമായിരുന്നു. ഷീ ഈസ് പ്രോബബ്ലി 30, her hands are lined and cracked. ഏതാണ് പദ്യമെന്ന് ഓർത്തിട്ടുണ്ടാവും. A poor woman learns to write. Right? Okay. Question, why was the woman seem too old at 30? 30-ാം വയസ്സിൽ ഒരുപാട് പ്രായം തോന്നിക്കാൻ കാരണം എന്താണ്? പലപ്പോഴും നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണത്. The woman seems too old at 30 because her hands are lined and cracked like a very old lady. Moreover, she was attempting something laboriously like a weak woman. ശരീരത്തിൽ നിറയെ വരകളാണ്, ചുളിവുകളാണ്. അതുപോലെ തന്നെ അവർ വളരെ പ്രയാസപ്പെട്ടാണ്, ഒരു വീക്കായിട്ടുള്ള സ്ത്രീയെ പോലെ പ്രയാസപ്പെട്ടാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുനിയുന്നത്. ഓക്കെ. വാട്ട്സ് ഷീ ഡൂയിങ് ഇൻ ദ വെറ്റ് ഗ്രേ ഡേർട്ട്? ആ നനഞ്ഞ മണ്ണിൽ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷീ ഈസ് ട്രൈങ് ടു റൈറ്റ് എ വേർഡ്, പെർഹാപ്സ് എ നെയിം, ലബോറിയസ്ലി ഇൻ ദ വെറ്റ് ഗ്രേ മഡ് യൂസിങ് എ സ്റ്റിക്ക്. ഒരു വടി ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ട് നനഞ്ഞ മണ്ണിൽ അവരുടെ പേരായിരിക്കും എന്തോ ഒന്ന് അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, ഈസ് ദ വുമൺ കോൺഫിഡൻറ്റ് ഇൻ എ വർക്ക്? ഹൗ ഡു യു നോ ദാറ്റ്? കോൺഫിഡൻ്റ് ആയിരുന്നോ എഴുതുമ്പോൾ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? യെസ്, ദ വുമൺ ഈസ് വെരി കോൺഫിഡൻറ്റ് ഇൻ ഹെർ വർക്ക് ആസ് ദർ ഈസ് എ സ്മൈൽ ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് സക്സസ് ഓൺ ഹെർ ഫേസ്. അവരുടെ മുഖം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? ഇറ്റ് വാസ് ഷൈനിങ് ലൈക്ക് എ ഫ്ലവർ ആസ് ഇഫ് ഷീ ഹാഡ് അച്ചീവ്ഡ് സംതിങ് ഗ്രേറ്റ്. എന്തോന്ന് വലുത് നേടിയതുപോലെ അവരുടെ മുഖം വളരെ വിടർന്നിരുന്നു അല്ലേ? അപ്പോൾ പറയാം, വുമൺ ഈസ് വെരി കോൺഫിഡൻറ്റ് ഇൻ ഹെർ വർക്ക് ആസ് ദർ ഈസ് എ സ്മൈൽ ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് സക്സസ് ഓൺ ഹെർ ഫേസ്. അവരുടെ മുഖത്ത് വിജയത്തിൻ്റെയും നേട്ടത്തിൻ്റെതുമായിട്ടുള്ള ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. അതുമാത്രവുമല്ല, ഷീ തിങ്സ് ദാറ്റ് ഷീ ഹാസ് ഡൺ ഇറ്റ് റൈറ്റ്. അങ്ങനെയാണ് നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നത്, അവരത് ശരിയായിട്ട് ചെയ്തു എന്ന് അവർ ചിന്തിക്കുന്നു എന്ന്. അടുത്തൊരു 3 മാർക്കിനുള്ള 14-17 ചോദ്യങ്ങളാണ്. സൂപ്പർ അംബ്രല്ലയുടെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് പറയാനാണ്. 3-4 സെൻറ്റൻസ് മതി, 3 മാർക്കിലേ ഉള്ളൂ. The super umbrella was the one which the author got from a rich man's house when he had been invited to dine with some politicians. അപ്പോൾ ഒരു വീട്ടിൽ പൊളിറ്റീഷ്യൻസുമായിട്ട് ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ കണ്ടതാണ് ഈ സൂപ്പർ അംബ്രല്ല. എങ്ങനെയാണ്? ഇറ്റ് ബിലോങ് ടു സം പൊളിറ്റീഷ്യൻ, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ്റെയാണ്. സൂപ്പർ അംബ്രല്ല ഹാഡ് എ ഗോൾഡൻ ബാൻഡ് ആൻഡ് ടെസൽ. ഒരു ഗോൾഡൻ ബാൻഡ് ഉണ്ട്, ഒരു തൊങ്ങലൊക്കെ ഉണ്ട്. ഹീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബാൻഡ് ഹാസ് ദ ഓണേഴ്സ് നെയിം ഓൺ ഇറ്റ്. അവിടെ ബാൻഡിൽ എന്തുണ്ടായിരുന്നു? ഓണേഴ്സിൻ്റെ നെയിം ഉണ്ടായിരുന്നു. ബിഫോർ ഇറ്റ്സ് ഗോൾഡൻ സ്പ്ലെൻഡേഴ്സ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ദ ഓദർ ഹംബിൾ ആൻഡ് ടെറിഫൈഡ്. അപ്പോൾ അതിൻ്റെ ആ മഹത്വം കണ്ടപ്പോൾ അല്ലേ, വീട്ടിൽ ശരിക്കും വെക്കേണ്ട കൂടെയല്ല, വളരെ മഹത്വമുള്ള കൂടെയാണ്. അത് കണ്ടപ്പോൾ ഈ ഓദർ വളരെ ചെറിയവനാണെന്ന് തോന്നുകയും എന്നാൽ ഉള്ളിൽ ഭയമുണ്ടാവുകയും ചെയ്യുകയാണ്. ഹംബിൾ ബൈ ഇറ്റ്സ് മാഗ്നിഫിസൻസ് ആൻഡ് ടെറിഫൈഡ് ബൈ ഇറ്റ്സ് പ്രസൻസ്. അതിൻ്റെ ആ ഒരു മഹത്വം കൊണ്ട് സ്വയം എളിയവനാകുന്നു. അതുപോലെ തന്നെ ആ സാധനം, ആ കുട തൻ്റെ വീട്ടിലായതുകൊണ്ട് ഭയവും തോന്നുകയാണ്. തൻ്റേതല്ലാത്ത ഒരു സാധനമാണല്ലോ. നെക്സ്റ്റ് 15 ഒരു ഒബിച്വറി എഴുതാനാണ്. ഇപ്പോൾ അടുത്ത് മരണപ്പെട്ട ഒരാളുടെ ഒബിച്വറി. 3 മാർക്കിനാണ്. പക്ഷേ ഞാനിവിടെ എഴുതി വന്നപ്പോൾ 3-നല്ല ഒരു 6 മാർക്കിനൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു 3 പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫായിട്ട് ഇതിൻ്റെ ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതിയാവും കേട്ടോ. അതായത് ഇന്നയാൾ മരിച്ചു, 2-ാമത്തേതിൽ ആരായിരുന്നു, 3-ാമത്തേതിൽ എന്തൊക്കെയായിരുന്നു ചടങ്ങുകൾ, എപ്പോഴാണ് മരിച്ചത്, ആരാണ് ചടങ്ങുകൾ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇതൊന്നും കൂടി വലുതാക്കിയിട്ട് എഴുതിയെന്ന് മാത്രം. ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിലോ. ഓക്കെ, ഹെഡിങ് ഇതാണ്: ഡിമൈസ് ഓഫ് കേരളാസ് ലെജൻഡറി പോയറ്റ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജനിച്ച വർഷം മരിച്ച വർഷം ബ്രാക്കറ്റിൽ എഴുതി. മാർക്സ് ദ എൻഡ് ഓഫ് പ്രൗഡ് ഇറ ഇൻ മലയാളം ലിറ്ററേച്ചർ. മലയാള സാഹിത്യത്തിൻ്റെ അഭിമാനകരമായ കാലഘട്ടത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ, അക്കിത്തത്തിൻ്റെ മരണത്തോടുകൂടി. പാലക്കാടാണ് സ്ഥലം. renowned Malayalam poet and Jnanapeeth winner Akittam Achuthan Namboothiri passed away on 15th October 2021. The native of Kumaranallur in Palakkad district had been active in national movement led by Mahatma Gandhi against the British rule. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും he was 94, അതുവരെ എഴുതിയാലും മതി. നെക്സ്റ്റ് 3-ാമത്തെ പാരഗ്രാഫായിട്ട് he had authored over 40 books, അല്ലെങ്കിൽ he was the author of many books എന്ന് പറഞ്ഞാൽ മതി. എന്തൊക്കെ? including poetry, short stories, plays, translations and essays. He was the 6th writer to bag Jnanapeeth Award from Malayalam literature. മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം കിട്ടുന്ന 6-ാമത്തെ ആളാണ്. He had also received Padma Shri, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് എഴുത്തച്ഛൻ അവാർഡ്. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
അടുത്തത് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ഡീറ്റെയിൽസ് ആണ്. Akitam, who was unwell due to age-related illness, breathed his last around 10 minutes past 8 a.m. on Thursday. He was laid to rest with the state owners at his residence, Devayanam in Kumaranallur. 8 വ്യാഴാഴ്ച അന്തരിച്ചു. അദ്ദേഹത്തിനെ സംസ്ഥാന ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ വീടായിട്ടുള്ള ദേവയാനം, കുമരനെല്ലൂരിലെ ദേവയാനം എന്ന വീട്ടിൽ സംസ്കരിച്ചു. The last rites were performed by his elder son, Vasudeva Nambudiri. പേരറിയില്ലെങ്കിലും എൽഡർസൺ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. നോട്ടഡ് പേഴ്സണാലിറ്റീസ് ഫ്രം പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഫീൽഡ്സ് പെയ്ഡ് ട്രിബ്യൂട്ട്സ് ടു ദ ഗ്രേറ്റ് പോയറ്റ് ഡ്യൂറിംഗ് പബ്ലിക് ഹോമേജ് അറ്റ് കേരള സാഹിത്യ അക്കാദമി ആൻഡ് ഹിസ് റെസിഡൻസ്. കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചും നടന്ന അന്ത്യോപചാര ചടങ്ങുകളിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വിവിധ ആളുകൾ, പ്രശസ്തരായ ആളുകൾ പങ്കെടുത്തിരുന്നു, പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെ അല്ലേ. ഇനി അടുത്തതും എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ പ്രോപ്പർ നെഗറ്റീവ് പ്രിഫിക്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഡിസൈറബിൾ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്ന, അതായത് നെഗറ്റീവ് ഫോം ചെയ്യാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? അൺഡിസൈറബിൾ ആണ്. ഫോർമൽ, ഇൻഫോർമൽ. മെച്ചുവർ, ഇമ്മെച്ചുവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ദ സോങ്സ് വെയർ ഇൻ ഗുഡ്. വെയറിൻറ്റ് എന്നാണ്. ഇപ്പോൾ ഓക്സിലറി നമുക്ക് കിട്ടി വെയർ എന്നുള്ളതാണ്. ഇനി സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആക്കണം, അപ്പോൾ നോട്ട് ഒഴിവാക്കണം. അപ്പോൾ വെയർ. ഇനി ദ സോങ്സിന് പകരം ദേ എന്ന് ഉപയോഗിച്ചാൽ മതി, വെയർ ദേ. നെക്സ്റ്റ് യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അത് ക്യാൻ യു എന്ന് എഴുതിയിട്ട് നടുവിൽ നോട്ട് ചേർക്കണം. കാരണം സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ക്യാനിന് ശേഷം നോട്ട് ചേർക്കണം. അപ്പോൾ കാൺട്ട് യു. ഇറ്റ് വാസിൻറ്റ് ഇറ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18 to 22. ഈച്ച് carries 4 marks. Fill in the blanks with the correct form of the verbs given in brackets. ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്ന് കറക്റ്റ് വെർബ് ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ മേക്ക്, സ്മെല്ല്, സ്പീക്ക്, പ്ലേ എന്നീ വാക്കുകൾ കാണാം. ആദ്യത്തെ നോക്കാം. മൈ മദർ ഡാഷ് കേക്ക്സ് ഫോർ എവറി ക്രിസ്മസ്. എല്ലാ ക്രിസ്മസിലും അമ്മ കേക്കുകൾ ഉണ്ടാക്കുന്നു എന്നാണ്. അമ്മ എന്നുള്ളത് സിംഗുലറാണ്, അതുകൊണ്ട് മേക്ക് എന്ന് പറഞ്ഞാൽ പോരാ. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, നമുക്കറിയാം. അതുകൊണ്ട് മദർ സിംഗുലർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? യെസ് കൂട്ടി എഴുതണം. മേക്സ്. റോസസ് എന്നുള്ളത് പ്ലൂറലാണ്. ഇപ്പോൾ റോസസ് ഒന്നിലധികം പൂക്കളുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ് ഒഴിവാക്കണം. അപ്പോൾ സ്മെൽ എന്ന് തന്നെ എഴുതിയാൽ മതി അല്ലേ. ബ്രാക്കറ്റിൽ അതേപടി എഴുതിയാൽ മതി. നെക്സ്റ്റ് ദേ, അതും പ്ലൂറലാണ്, അപ്പോൾ യെസ് ഒഴിവാക്കിയിട്ട് എഴുതിയാൽ മതി. ദേ സ്പീക്ക് 6 languages ഫ്ലുവൻ്റ്ലി. നെക്സ്റ്റ് ഹി യൂഷ്വലി, ഹി സിംഗുലറാണ്, അതുകൊണ്ട് യെസ് ചേർത്തിട്ട് ഹി പ്ലേസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് പിക്ക് ഔട്ട് ദ പ്രിപ്പോസിഷൻസ് ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസസ്. വെറുതെ പ്രിപ്പോസിഷൻ കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മാത്രം മതി അല്ലേ. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇന്ന, ടു, ഓണ്, അതായത് പൊസിഷനെ സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ, അതാണ് പ്രിപ്പോസിഷൻസ്. എന്ന് പറഞ്ഞ ഉള്ളിൽ, ഓൺ എന്ന് പറഞ്ഞ മുകളിൽ, അങ്ങനെയുള്ള സംഭവം. വി റാൻ ഇൻ ടു ദ ബിൽഡിംഗ്. അവിടെ എന്താണ് പ്രിപ്പോസിഷൻ? വീടിൻ്റെ ഉള്ളിലേക്ക്, ഉള്ളിലേക്ക് എന്നുള്ളതാണ്, അതുകൊണ്ട് ഇൻ ടു എന്നുള്ളതാണ് പ്രിപ്പോസിഷൻ. നെക്സ്റ്റ് ദ മാനേജർ വാസ് ലുക്കിംഗ് ഫോർ ദ ഗുഡ് ലക്ക്. ലുക്കിംഗ് ഫോർ, അവിടെ നമുക്ക് കാണാം ഫോർ ഉണ്ട്. നെക്സ്റ്റ് ദ ഡോഗ് സാറ്റ് അണ്ടർ ദ ടേബിൾ ബൈ ദ ഫ്രിഡ്ജ്. ഇവിടെ 2 പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ദ ഡോഗ് സാറ്റ് അണ്ടർ എവിടെയാണ്? അടിയിലാണ്. പൊസിഷൻ എന്ന് പറയുന്നത് അടിയിലാണ്. അപ്പോൾ അണ്ടർ എന്നുള്ളതൊന്ന്. നെക്സ്റ്റ് ബൈ ദ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിൻ്റെ അരികിൽ എന്നുള്ളത്, അപ്പോൾ ബൈ എന്നും കാണാം. അങ്ങനെ 4 പ്രിപ്പോസിഷൻ, 4 മാർക്ക്. ഇനിയും കുറേ കൂടി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ ഫോർ നൗ.